തരത്തിലുള്ള ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കാത്തൊരവസ്ഥയുണ്ടായി. മുതിർന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാവും, പ്രായണ പുതിയ തലമുറയ്ക്കത് അറിഞ്ഞു. ഞങ്ങളൊക്കെ അന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 1975 ജൂൺ 23. അന്ന് മുതൽ കൃത്യമായിട്ട് 21 മാസക്കാലം 3 ആളിൽ കൂടുതൽ ഒന്നിച്ചു കൂടാൻ പാടില്ല. ഒരു കലാപരിപാടികളും പാടില്ല, സാംസ്കാരിക പരിപാടികൾ പാടില്ല. സ്കൂളുകളൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നിരീക്ഷിക്കാൻ പോലീസുകാരുണ്ടാവും. നമ്മുടെ വീടുകളിൽ ആരെങ്കിലും കുടുംബക്കാർ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോലീസുകാർ വരും. സ്കൂളുകളിൽ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമല്ല നോട്ട്ബുക്കുകളും വിതരണം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചില ആപ്തവാക്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് കൂടുതൽ അധ്വാനം, കുറച്ച് ശബ്ദം എന്ന് പറഞ്ഞാൽ വർത്താനം പറയരുത് എന്ന് അർത്ഥം, മിണ്ടിപ്പോവരുത്. അച്ചടക്കം രാജ്യത്തിന്റെ ഭാവിക്ക്, ഇന്നത്തെ പരിശ്രമം ഭാവിയിലെ സമൃദ്ധിക്ക്. ഞാനന്ന് 3ാം ക്ലാസ്സിലെ പുസ്തകത്തിന്റെ ചട്ടയിൽ നിന്ന്, 3ാം ഭാഗത്തുള്ള ചട്ടയിൽ നിന്ന് പഠിച്ച നാവടക്കൂ പണിയെടുക്കൂ. ഇന്ദിരാഗാന്ധി പറഞ്ഞതാണ് ഇന്ത്യക്കാരോട്. മിണ്ടരുത്, മുദ്രാവാക്യം വിളിക്കരുത്, പ്രതികരിക്കരുത്. പ്രതികരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുകയും ചെയ്യുന്നവരെ മുഴുവൻ പിടിച്ച് ജയിലിലിട്ടു. ആയിരക്കണക്കിന് ആളുകളെ ജയിലിലടച്ച് കണ്ണ് പൊട്ടിച്ചും കാലൊടിച്ചും നടുവൊടിച്ചും ഇന്നും ജീവിക്കുന്ന ആളുകൾ. വൈക്കത്തി അടുത്ത കാലത്താണ് ഗോപകുമാർ എന്ന് പറയുന്ന ഗോപൻ ചേട്ടൻ മരിച്ചത്. നടക്കാൻ ഗതിയില്ലാത്ത അവസ്ഥയിൽ 100 കണക്കിന് ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അത്തോളിയിൽ ശിവദാസ് ചേട്ടൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട്. വയനാട്ടിൽ അമ്പലവയലിൽ ബാലകൃഷ്ണേട്ടൻ ജീവിച്ചിരിക്കുന്നു. 2 കണ്ണും കാണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. കുട്ടികൾ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയിട്ട് കണ്ണ് കുത്തി പൊട്ടിച്ചതാണ്. ചെവി കേൾക്കില്ല, ചെവിൻ്റെ ഉള്ളിൽ കൂടെ ഈർക്കിലി കയറ്റുകയാണ്. നമുക്ക് ചിരിക്കാൻ സുഖമാണ്, സന്തോഷമാണ്. ഇങ്ങനെയുള്ള ഒരു കാലം ഇനിയും ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ലോക സംഘർഷ സമിതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് അതിന്റെ പിന്നിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന ഭാരതത്തിലെ ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ 100 കണക്കായ പ്രചാരകന്മാരെ പിടിച്ച് ജയിലിലടച്ചു. അതിന് പ്രതികരിക്കാൻ ഇന്ന് സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചില മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന ആളുകളുണ്ട്. ചെഗുവരയുടെ കുപ്പായവും ധരിച്ച് നടക്കുന്ന ആളുകൾ. അവരോട് ചോദിച്ചു നോക്കുക, അവരുടെ തലതൊട്ടപ്പന്മാർ അന്ന് എന്താ ചെയ്തത്? ഒളിച്ചതാണ്. പക്ഷേ സംഘത്തിന്റെ പ്രചാരകന്മാര്, പ്രവർത്തകര്, മണ്ഡലപരി കാര്യകർത്താക്കള്, സംഘത്തിന്റെ അനുബന്ധ പ്രസ്ഥാനത്തിൽപ്പെടുന്ന ആളുകള്, ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെയും വിചാരകേന്ദ്രത്തിന്റെയും ഒക്കെ പ്രവർത്തകർ, അവരൊന്നും ഓടി ഒളിച്ചില്ല. അങ്ങനെയാണ് 80കളില് ബാലഗോകുലം എന്ന് പറയുന്ന കുട്ടികൾക്ക് നല്ല ബോധമുണ്ടാവാൻ, അവർക്ക് നല്ല സ്വഭാവം ഉണ്ടാവാൻ, അവർക്ക് നമ്മുടെ ദേശത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച്, ദേശീയതയെക്കുറിച്ച്, നമ്മുടെ പൈതൃകത്തെക്കുറിച്ച്, നമ്മുടെ മാതൃത്വത്തെക്കുറിച്ച്, പിതൃത്വത്തെക്കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് ബാലഗോകുലം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയത്. കോഴിക്കോടാണ് ആരംഭിക്കുന്നത്, കേരളത്തിൽ. ഇന്ന് സമാനമായിട്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുണ്ട് ബാലഗോകുലത്തിന്റെ പ്രവർത്തനങ്ങൾ. കോഴിക്കോടുകാരാണ് നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക, അത്ര സാംസ്കാരിക തനിമയുള്ളൊരു കേന്ദ്രമാണ് നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത്. അതിനോടനുബന്ധിച്ചാണ് തപസി എന്ന് പറയുന്ന സാംസ്കാരിക സാഹിത്യ പ്രസ്ഥാനം തുടങ്ങിയത്. അതും കോഴിക്കോടാണ് തുടങ്ങിയത്. അതിനുശേഷം 80കൾക്ക് ശേഷം ബാലഗോകുലത്തിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങളൊക്കെ വന്ന സമയത്ത്, ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് ചൊല്ലിയ പ്രാർത്ഥന കരുണാമുരളീധാര മനസ്സിൽ നിറയ്ക്കുക കണ്ണ എന്ന് പറയുന്നത് 5, 6, 8, 10 കുട്ടികളെ ചേർത്തിട്ട് ഞങ്ങൾ ബാലഗോകുലം നടത്തിയിരുന്നു വർഷങ്ങളോളം. 3, 4 ബാലഗോകുലത്തിന്റെ ബാലമിത്രങ്ങളായിട്ടും രക്ഷാധികാരിമാരായിട്ടും ഒക്കെ ഞങ്ങളൊക്കെ നടന്നിരുന്നു. അതുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. നാളെ നമ്മുടെ നാടിനെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും. സേവന രംഗത്താണെങ്കിൽ ഇന്നിപ്പോ സേവാഭാരതിയെ പോലെയുള്ള പ്രവർത്തകർ കണ്ടില്ലേ, ഇന്നിപ്പോ നമ്മളിവിടെ
കലോത്സവം നടത്തുമ്പോൾ വയനാട് ജില്ലയിൽ ബാലകലോത്സവങ്ങളോ ഘോഷയാത്രയോ ഇല്ല, ബാലദിനത്തിൻ്റെ ഘോഷയാത്രയില്ല. അത് വേണ്ടാന്ന് വെച്ചിരിക്കുക നമ്മൾ. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ മണ്ണടിഞ്ഞു പോയി. ഇന്നത്തെ രാവിലത്തെ ന്യൂസ് അനുസരിച്ച് 109 പേരെ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ വലിയ ആളുകളും ചെറിയ ആളുകളും ഒക്കെ ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും ആ സ്ഥലത്ത് പോയിരുന്നോ? ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും പോയിരുന്നോ? ചൂരൽമല എന്ന് പറയുന്ന പ്രകൃതിയുടെ ചൂരലിന്റെ ഒരു പ്രഹരം മനുഷ്യന് ഏറ്റതാണ്. നീ പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ചൂരൽ വീശിയതാണ്. ആ ചൂരൽമലയിൽ നിന്ന് 8.5 കിലോമീറ്റർ ദൂരത്തേക്ക് മുകളിലേക്ക് നടന്നാൽ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലവും, അതിനിടയിലുള്ള വെള്ളാർമലയും ഈ പുഞ്ചിരിമട്ടവും ചൂരൽമലയും തുടങ്ങിയിട്ടുള്ള 3 പ്രദേശങ്ങൾ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇന്നും പത്രങ്ങളിലോ ചാനലുകളിലോ കാണിക്കാത്തൊരു സംഗതിയുണ്ട്. ഈ ചൂരൽമല അങ്ങാടിയിലെത്തി കഴിഞ്ഞാൽ ഇടത്തോട് തിരിയുമ്പോൾ അവിടെ പട്ടാളക്കാരുണ്ടാക്കി ബൈലിപ്പാലത്തിന്റെ തൊട്ട് ഇടത് സൈഡിൽ ഒരു വലിയ ആൽവൃക്ഷം കാണാം. പഠിക്കുക മക്കള്, എന്തുകൊണ്ടാണ് ഭാരതീയർ ആൽവൃക്ഷത്തെ പൂജിച്ചിരുന്നത്? മൂലതോ ബ്രഹ്മരൂപായ, അതായത് വേര് ബ്രഹ്മാവാണ്. മധ്യതോ വിഷ്ണുരൂപണേ, മധ്യഭാഗം അതിൻ്റെ തായ് തടി മഹാവിഷ്ണുവിൻ്റെതാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ. അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് 7 തവണയാണ് ആലിനെ പ്രദക്ഷിണം ചെയ്യേണ്ടത്. ഗണപതിയെ പോലും 1 തവണ പ്രദക്ഷിണം ചെയ്യുമ്പോൾ 7 തവണയാണ് ആലിനെ പ്രദക്ഷിണം ചെയ്യേണ്ടത്. ഈ ആൽവൃക്ഷം നമ്മുടെ നാട്ടിൽ നിൽക്കണമെന്നും അതിനെ നട്ടുവളർത്തണമെന്നും തുളസി മുതൽ ആല് വരെയുള്ള ക്ഷേത്ര സംസ്കാരത്തിൻ്റെ, നമ്മുടെ ഗൃഹസംസ്കാരത്തിൻ്റെ, ഗൃഹാചാരത്തിൻ്റെ കാര്യങ്ങളെ നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഇന്നത് എവിടെ നിന്നാണ് പഠിക്കാൻ കിട്ടുന്നത്? ബാലഗോകുലത്തിൽ നിന്ന് കിട്ടും. നമ്മുടെ കുട്ടികളെയൊക്കെ ബാലഗോകുലത്തിലേക്ക് അയക്കണം. ബാലഗോകുലം നിന്നുപോയ സ്ഥലങ്ങളിൽ തുടങ്ങുകയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആദ്യമായിട്ട് ആരംഭിച്ചിട്ട് അത് കൊണ്ടുപോകാൻ മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യും. വിദ്യാഭാരതിയുടെ അല്ലെങ്കിൽ ഭാരതീയ വിദ്യാനികേതന്റെ ഇതുപോലെയുള്ള വിദ്യാലയങ്ങൾ ഇപ്പോൾ കോഴിക്കോട് 41 വിദ്യാലയങ്ങളുണ്ട്. നമ്മളെല്ലാവരും ആലോചിക്കുക, ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളും കുട്ടികളും ആലോചിക്കുക, നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? നമ്മളെ കുട്ടികളെ എവിടെയാണ് പഠിപ്പിക്കുന്നത്? എവിടെയാണ് പഠിപ്പിക്കേണ്ടത്? ധാരാളം സ്കൂളുകൾ പുറത്തൊക്കെയുണ്ട്. ആ സ്കൂളുകളെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അടുത്ത ദിവസം പറഞ്ഞിരിക്കുന്നത് 20 വർഷമായിട്ട് നിലവാരം കുറഞ്ഞു പോയിരിക്കുകയാണെന്നാണ്. ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അധ്യാപകർക്കും വയനാട് ജില്ലയിൽ അവിടെ പ്രകൃതിയിലെ ഒരു വിളയാട്ടത്തിൽ ക്ഷോഭമൊന്നുമല്ല, പ്രകൃതി ശോഭിക്കാറില്ല. പ്രകൃതി സ്വാഭാവികമായിട്ട് മഴ പെയ്യും, മഞ്ഞ് വരും, കാറ്റ് വരും, വെയിൽ വരും, കർക്കിടക മാസം വരും. ഭാരതീയർ പറഞ്ഞു കർക്കിടക മാസത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, കല്യാണം നടത്തണ്ട, ആളുകൾ ഒന്നിച്ച് കൂടണ്ട, വളരെ ശ്രദ്ധിച്ച് ജീവിച്ചാൽ മതി, വ്യായാമം ചെയ്യണം, മരുന്ന് കഴിക്കണം എന്നൊക്കെ പഠിപ്പിച്ചാണ് ഭാരതി. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചോദിച്ചു വീട്ടുകൂടൽ നടത്തിയാൽ എന്താ, കല്യാണം നടത്തിയാൽ എന്താ? അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ കേരളീയർക്ക് കല്യാണം നടത്തണോ വീട്ടുകൂടൽ നടത്തണോ കർക്കിടക മാസത്തിൽ നിന്ന്. നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മൾ വീട്ടിലിരിക്കണം? കുടുംബത്തിലൊരാൾ മരിച്ചാൽ 16 ദിവസം വീട്ടിലിരിക്കണം. കുറച്ചു കാലം മുമ്പ് പറഞ്ഞു അതൊക്കെ അന്ധവിശ്വാസമാണ്, വിഡ്ഢിത്തമാണെന്ന്. ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ചപ്പോൾ പറഞ്ഞു ക്വാറന്റൈൻ എന്ന് പറഞ്ഞിട്ട് 15 ദിവസം വീട്ടിലിരുന്നോളൂ. ഇത് തന്നെയാണ് നമ്മൾ പണ്ട് പറഞ്ഞത് നമ്മുടെ ആചാര്യന്മാർ. അപ്പം ഭാരതീയർ എന്തു പറഞ്ഞു എന്നുള്ളത് നമ്മൾ പഠിക്കുക. അതാണ് ആ ആൽമരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ആൽമരം 3-4 ആൽമരങ്ങൾ. ഞാൻ ആ പുഞ്ചിരിമട്ടത്തേക്ക് 8.5 കിലോമീറ്റർ അങ്ങോട്ടും നടന്നു, അവിടുന്ന് തിരിച്ചിങ്ങോട്ടും നടന്നു. അവിടെ സേവാഭാരതിയുടെ കൂടെ ഞാൻ 2 ദിവസം ഉണ്ടായിരുന്നു. കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ആയിട്ട്. മണ്ണടിഞ്ഞു പോയ അവിടുത്തെ ക്ഷേത്രം, ആൽമരത്തിനോട് ചേർന്നിട്ടുള്ള ഒരു മഹാദേവ ക്ഷേത്രം ഉണ്ടായിരുന്നു. മണ്ണടിഞ്ഞു പോയി.